ഈ ഖബർ നിന്നോട് തന്നെ സംസാരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി ഖബറിലെ അടുത്ത പ്രതിഭാസം ഖബർ നിന്നോട് സംസാരിക്കും. ഹദീസില്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫിൽ ഖബരി ലയുകല്ലിമുൽ ഖബറു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഖബർ അവനോട് സംസാരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെല്ലാവരും വാപ്പയെ കൊണ്ടുപോയി ഖബറടക്കി, ഉമ്മയെ കൊണ്ടുപോയി ഖബറടക്കി, സഹോദരങ്ങളെ കൊണ്ടുപോയി ഖബറടക്കി, നമ്മൾ തിരിച്ചിങ്ങ് പോരും. അവിടുത്തെ അവസ്ഥ നമ്മൾ അറിയണം, മനസ്സിലായിക്കോ. ആ ഖബർ അവനോട് സംസാരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബർ സംസാരിക്കും. ഇവിടെ ഉമ്മ പറയും മണ്ണ് സംസാരിക്കുന്നത്. എന്താ ഈ പറയുന്നത്? ഈ നാവ് ഇതിനാരാ സംസാര വൈഭവം കൊടുത്തത്? ആരാണ്? ഉറക്കെ പറയും. അല്ലാഹു. ഈ നാവ് പോലെ തന്നെ ഒരവയവമല്ലേ ഈ കൈ. എന്റെ ഈ കൈക്ക് ഇപ്പോ സംസാര വൈഭവം ഉണ്ടോ? ഞാൻ ഈ നാവിട്ടടിക്കുന്നത് പോലെ എന്റെ ഈ കൈയിട്ട് ഇങ്ങനെ അടിച്ചാൽ ഒരു ആ സമയത്തുള്ള മാത്രം പോരാ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ ചെല്ലുമ്പോ എന്നോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കൈകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ വായകൾക്ക് നാം സീല് ചെയ്യും. ഇന്നുള്ള ഈ സംസാര വൈഭവം നാവിൻ്റെത് നാളെ ഉണ്ടാവൂല. ഇവിടെ ഇപ്പൊ ദുനിയാവില് നിങ്ങളൊരു കേസിൽ കുടുങ്ങി, അവിടെ നിങ്ങൾ കോടതിയിൽ പോയി ഒരു വക്കീലിനെ വെച്ചു. ആ വക്കീൽ വെച്ച് അതിന് സാക്ഷികളായിട്ട് കള്ളസാക്ഷികൾ ഒരു 10 എണ്ണത്തിനെ കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടേക്കാം നിങ്ങളുടെ നാവിൻ്റെതാകുന്ന ഈ ഒരു മാധുര്യം കൊണ്ട്. പക്ഷെ നാളെ പടച്ചറബിന്റെ ദർബാറിൽ ഈ നാവ് കൊണ്ട് വർത്തമാനം പറഞ്ഞ്, ജാമ്യം പറഞ്ഞിട്ട്, കളവ് പറഞ്ഞിട്ട്, കള്ളസാക്ഷിത്വം പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിശ്വാസികൾ ഒരാളും കരുതേണ്ടതില്ല. എന്തുകൊണ്ട്? ഈ നാവിന്റെ സംസാര വൈഭവം അള്ളാഹു എടുത്തു കളയും. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് വെക്കും. ഖുർആൻ പറയാണ്. എന്നിട്ട് സംസാരിക്കുന്നത് ഏതാ? ഈ നാവിന്റെ സംസാര ശേഷി അള്ളാഹു കൈകൾക്ക് ഇട്ടുകൊടുക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ തന്നെ പറഞ്ഞത് എന്തുകൊണ്ട്? എല്ലാവരും പഠിച്ചതും ഓതുന്നതും പഠിപ്പിക്കുന്നതുമായ സൂറത്താണ്. അതുകൊണ്ട് ഇനി ആരും അർത്ഥശങ്കയ്ക്കില്ലാതെ വേറെ ഏതെങ്കിലും ആയത്ത് ഓതിയാലോ അതൊക്കെ ഉണ്ടോന്നെങ്കിലും സംശയിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വിശുദ്ധമായ ഖുർആൻ വതുകല്ലിമുനാ ഐദീഹിം, നമ്മളോട് സംസാരിക്കുന്നവരുടെ കൈകളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നാളെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിന്റെ സംസാര വൈഭവം എടുത്തു കളഞ്ഞിട്ട് കൈകൾക്ക് സംസാരശേഷി ഇട്ടുകൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഖബറിലെ മണ്ണ് അതിന്റെ ചുറ്റുഭാഗം നമ്മളോട് സംസാരിക്കും. ഉറപ്പിച്ചോ? സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നൽ ഖബറ ലയുകല്ലിമുൽ അബ്ദ ഇദാ വുളിഅ ഫീഹി. ഒരടിമയെ കൊണ്ടുവന്ന് ഖബറിൽ വെച്ചാൽ ആ ഖബർ അവനോട് സംസാരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ പറയുന്നത്? ആ ഖബർ അവനോട് പറയുമത്രേ, അന ബൈത്തുദ്ദൂത് അന ബൈത്തുൽ വഹ്ശാ വ അന ബൈത്തുൽ ഖർബാ. പഠിച്ചു വെക്കണേ ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുന്ന രംഗമാ. ഖബറിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന് നീ കാണുന്ന ഈ പച്ചമണ്ണ് നിന്നോട് നാളെ സംസാരിക്കുമത്രേ. ഒരു കാലഘട്ടത്തിൽ റസൂലുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകവേ കടിയിലുള്ളതാകുന്ന കല്ലുകൾ വന്നുകൊണ്ട് റസൂലുള്ളയോട് സലാം പറഞ്ഞു എന്ന് ഹദീസിലുണ്ട്. അത് കേട്ടിട്ട് ഒരുപക്ഷേ നീ ശക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ, സംശയം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ സംശയിക്കേണ്ടതില്ല. കല്ലുകൾ നിന്നോട് സംസാരിക്കുന്ന ഘട്ടം കടന്നു വരുകയാണ്. മണ്ണ് നിന്നോട് സംസാരിക്കും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബർ നിന്നോട് സംസാരിക്കും. ആ ഖബർ നിന്നോട് വിളിച്ചു പറയുമത്രേ, അന ബൈത്തുൽ ഖർബാ മാ ഖറക ബി. അല്ലയോ ആദം സന്തതികളെ, അല്ലയോ ആദം മനുഷ്യ, അല്ലയോ ഭീമാ പള്ളിയുടെ പരിസരത്ത് ഖബറിലേക്ക് ഇറക്കപ്പെട്ട പെങ്ങളെ,
എന്നെ കൊണ്ട് നീ മനസ്സിലാക്കാത്തതെന്തേ? എന്നെ കൊണ്ട് വഞ്ചിതയായതെന്തേ? നീ എന്തേ നമസ്കരിക്കാതെ പോയത്? നീ എന്തേ നോമ്പ് പിടിക്കാതെ പോയത്? നീ എന്തേ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പടിവാതിൽക്ക് വന്നിട്ട് പോലും തൗബ ചെയ്യാതെ നിലകൊണ്ടുപോയത്? നീ എന്തേ പാപങ്ങളെ സഹായിക്കാതെ പോയത്? നീ എന്തേ നിരാലംബരക്ക് അവലംബമാകാതെ പോയത്? നീ എന്തേ നാട്ടിലുള്ളതാകുന്ന പാവങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് അറുതി വരുത്താതിരിക്കാൻ പോയത്? അവരുടെ ദുഃഖങ്ങളിൽ പങ്കാളിയാകേണ്ടിയിരുന്നോ? നീ എന്തേ വിഷമങ്ങളും ദുഃഖങ്ങളും പങ്കാളിയാകാതെ പോയത്? ഞാനിതാ പുഴുക്കളുടെ വീടാണ്. ഖബറവനോട് പറയുമത്രേ, ആദ്യമായ ഖബർ പറയുന്ന വാക്കാണിത്. അനബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, ഭവനമാണ്. വഅനബൈത്തുൽ ഖർബാ, ഞാൻ വിജനമാക്കപ്പെട്ട സ്ഥലമാണ്. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം തൊട്ടുരുമി കടന്നവനായിരിക്കാം. ഇന്നലെ വല്ല മനോഹരമാകുന്ന ബെഡിൽ ശയ്യവലംബിച്ചവനായിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം നല്ല സുഖലോലുപതയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ നിദ്രയിൽ ഭവിച്ചവനായിരിക്കാം. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാതെ കാമകനുമായി രഹസ്യമായി വേഴ്ച നടത്തിയവളായിരിക്കാം. എന്നാൽ ഇന്ന് നീ എന്താണ് മനസ്സിലാക്കിയത്? ഇന്നിതാ ഖബറിലേക്ക് വരുമ്പോ നിനക്ക് ഞാനുള്ളത് അനബൈത്തുദ്ദൂദ്, പുഴുക്കളുടെ വീടാണ്. ഇന്നിതാ പുഴുക്കളുടെ ഭവനമായി മാറുകയാണ്. വഅനബൈത്തുൽ ഖർബാ, ഇന്ന് വിജനമാക്കപ്പെട്ട സ്ഥലമാ. വഅനബൈത്തുൽ വഹ്ശാ, ഇന്ന് ഏകാന്തതയുടെ ഭവനമാണ്. ഇന്ന് ഒറ്റപ്പള്ളരിന്റെ രാവാണ്. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതം ഇതാ ഒറ്റപ്പള്ളരിന്റെ ലോകമാണ്, ലോകമാണ്.